പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന വോയിസ് ഓവർ വീഡിയോ എങ്ങനെ ചെയ്യാം, എങ്ങനെ അത് എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഈ ഒരു വീഡിയോസിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ എങ്ങനെ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയിലാണെങ്കിൽ അതിന്റെ ലെൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പക്ക ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഡിവൈസിന്റെ എക്സ്ട്രീം ലെവൽ എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ 4K എടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസിലാണ് നിങ്ങൾ 1080p വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്യുപ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡിവൈസിന്റെ എത്രത്തോളം ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾ മാക്സിമം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കാണെങ്കിലും യൂട്യൂബിലേക്ക് ആണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 60 സെക്കൻഡിലേക്ക് അല്ലെങ്കിൽ 5 മിനിറ്റിലേക്ക് ആയിരിക്കും ഓരോ വീഡിയോസ്, ഓരോ പർപ്പസിനായിരിക്കുമല്ലോ നമ്മൾ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ചിലർ യൂട്യൂബിലേക്കായിരിക്കും, ചിലർ ഇൻസ്റ്റാഗ്രാമിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലർ വ്ളോഗ്, അങ്ങനെ ഒരു പർപ്പസിനൊക്കെ ആയിരിക്കാം. എന്തും ആയിക്കോട്ടെ, എത്രത്തോളം ടൈമിലാണോ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും ലെങ്ത് കൂടി നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു 60 സെക്കൻഡ് ഒരു റീൽസിന് വേണ്ടിയാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് എങ്കിലും നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. കാരണം വോയിസ് ഓവർ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സമയത്ത് കുറെ അധികം പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കാതെ നിങ്ങൾക്ക് നല്ല നല്ല വിഷ്വൽസ് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു റിഗ്രറ്റ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ലെങ്ത്തിൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നോർമൽ രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷനിലേക്ക് ആ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യാതെ, മറിച്ച് നിങ്ങളിപ്പോ ഐഫോൺ ആണെങ്കിൽ അതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും, വോയിസ് എൻഹാൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇപ്പൊ ക്യാപ്കട്ട് ആണെങ്കിൽ ക്യാപ്കട്ടിൽ ആ ഒരു വോയിസ് ഓവർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാതെ മറ്റൊരു മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ മറ്റൊരു മൈക്കിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. നിങ്ങളുടെ വോയിസിന് നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു അറ്റൻഷൻ നിങ്ങളുടെ വീഡിയോസിന് കിട്ടുകയും ചെയ്യും. ഇത്രയും ഒരു 3 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അടിപൊളി വോയിസ് ഓവർ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇനി ഈ ഒരു വോയിസ് ഓവർ വീഡിയോസ് എങ്ങനെ നമ്മുടെ ക്യാപ്കട്ടിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരെ നമ്മുടെ ഫോണിൽ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോ എന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്, ക്യാപ്കട്ട് യൂസ് ചെയ്താണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നേരെ VPN കണക്ട് ചെയ്തു, ക്യാപ്കട്ട് കൂടെ ഓപ്പൺ ചെയ്തേക്കാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇത് കംപ്ലീറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. അഡ്വാൻസ് ആയിട്ട് അറിയുന്നവർക്ക് ഈ ഒരു വീഡിയോ ലാഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒരു മറ്റൊരു വീഡിയോ തപ്പിപ്പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് തന്നെ നോക്കാം. ഞാനിപ്പോ ഇവിടെ ക്യാപ്കട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇതിലൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏതൊരു വീഡിയോ ആണോ നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 5-10 വീഡിയോസ് ഉണ്ടാവും. 5-10 വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടത് ഇതിലേക്ക് നേരെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 2 വീഡിയോസ് ഇതിലേക്ക് ഇപ്പൊ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് മാത്രമാണ് വന്നുള്ളൂ. അപ്പൊ ഇനിയും ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ ഇവിടെ വന്നെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് നോക്കേണ്ട കാര്യം ഈ ഒരു ക്ലിപ്പിന്റെ അറേഞ്ച്മെന്റ് ആണ്. അതായത് ആദ്യം എടുക്കേണ്ട ക്ലിപ്പ് അല്ലായിരിക്കും ഫസ്റ്റ് വന്ന് എടുക്കുന്നത്, രണ്ടാമത് പറയേണ്ട ക്ലിപ്പ് ആയിരിക്കും ലാസ്റ്റ് പോയി എടുക്കുന്നത്. അങ്ങനെ ആ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഈ ഒരു ക്ലിപ്പിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാവും സ്ക്രീന് കാര്യങ്ങൾ. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടാത്ത പോർഷനും വേണ്ട പോർഷനും അങ്ങനെ ഒരുപാട് പോർഷൻസ് നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവും. അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇത് ചൂസ് ചെയ്തതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 60 സെക്കൻഡുള്ള ഒരു വോയിസ് വീഡിയോസ് ആണ് വേണ്ടതെങ്കിൽ അത് വെച്ച് നിങ്ങളൊരു വോയിസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അതിനെ സിങ്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് എല്ലാം പക്കയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ 13 സെക്കൻഡ് എന്ത് പറയണം,
അതായത് ഇപ്പൊ ഒരു 3 ലൊക്കേഷൻ പോയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ പറയണം. നെക്സ്റ്റ് 30 സെക്കൻഡ്സിൽ സെക്കൻഡ് ലൊക്കേഷനെ പറ്റി പറയണം. അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് ചെയ്ത് വേണം നിങ്ങൾ വോയിസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഐഫോണിലാണെങ്കിൽ അതിനൊരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്ത് പുറത്ത്, അതായത് ക്യാപ്കട്ടിന്റെ പുറത്ത് ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ ഒരു ഓഡിയോ നേരെ നിങ്ങളുടെ ക്യാപ്കട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ക്യാപ്കട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് എങ്ങനെ വോയിസ്, അതായത് ഓഡിയോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു പരിപാടിയാണ്. ഇവിടെ നമ്മുടെ താഴെയായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഇവിടെ നിന്ന് സൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡിവൈസ് ചൂസ് ചെയ്ത് സെലക്ട് ഫ്രം ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോസ് ഇതിൽ നിന്ന് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ 1-2 ഓഡിയോ ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിക്കുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് കാര്യങ്ങൾ ഇവിടെ വന്ന് കിടക്കും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ വീഡിയോസിലേക്ക് ആ ഒരു ഓഡിയോ കാര്യങ്ങളൊക്കെ ആഡ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോ ഇവിടെ വെച്ച് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഓഡിയോ ക്ലിപ്പിന്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതൊരു ദിശയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഓഡിയോ ക്ലിപ്പ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനൊന്ന് ട്രിം ചെയ്യണം. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് സ്റ്റാർട്ടിംഗ് പോർഷൻ വേണ്ട, എൻഡിങ് പോർഷൻ വേണ്ട, കുറച്ചൊന്ന് ട്രിം ചെയ്യണം, കുറച്ച് കളയണം എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യമേ എന്താണ് നിങ്ങൾക്ക് ട്രിം ചെയ്യേണ്ടത് അതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അത്രയും ഭാഗങ്ങൾ കട്ടായി പോകും. ഇനി നിങ്ങൾക്ക് അതല്ല, ഒരു സെന്ററിലെ പോർഷൻ ആണ് കളയേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു രീതിയിൽ എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഒരു കേഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് നിങ്ങൾക്ക് കളയേണ്ട പോർഷൻ വരെയും കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി കിട്ടും. അതായത് ഇപ്പൊ ഓഡിയോ 2 പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. സെയിം കണ്ടീഷനിൽ നിങ്ങൾക്ക് വീഡിയോനെയും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ആണെങ്കിലും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ ക്രോപ്പ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇനി ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ സെന്ററിലെ പോർഷൻ ആണ് വേണ്ടെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. ആ ഒരു പോർഷൻ നേരെ ഇതുപോലെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സെന്ററിലെ പോർഷൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓഡിയോനെ ആണെങ്കിലും വീഡിയോനെ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു വീഡിയോനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഓഡിയോ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്യുന്ന ഓഡിയോ ആണ്, അതുകൊണ്ട് ഓഡിയോനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ വീഡിയോ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഈ വോയിസ് ഓവറിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്ന് തന്നെ പറയാം. ഇനി കുറച്ച് ടിപ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വോയിസ് ഓവർ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വോയിസ് ഓവർ എന്നല്ല ഏതൊരു വീഡിയോ ആണെങ്കിലും നിങ്ങൾ അത് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 1-2 സെക്കൻഡിനുള്ളിൽ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു ഹുക്ക് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ ഡേ ബൈ ഡേ റീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യൂവേഴ്സിനെ ഒന്ന് പിടിച്ചിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോഴും ഇത് നല്ല രീതിയിലുള്ള റീച്ചിലേക്ക് എത്തിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് എക്സ്പോർട്ട് ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം. അതായത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു വീഡിയോനെ ഇനി എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാം എക്സ്പോർട്ട് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോനെ നമുക്ക് എക്സ്പോർട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം എത്രത്തോളം ക്വാളിറ്റി വേണം എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഏതൊരു ക്വാളിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഫൈൻഡ് ചെയ്തതിന് ശേഷം മാത്രം അത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ക്വാളിറ്റിയിൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതൊരു പ്ലാറ്റ്ഫോം ആണോ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കാനും പറ്റും. നല്ല രീതിയിലുള്ള വ്യൂവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്യാപ്കട്ടോ അല്ലെങ്കിൽ മറ്റേതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിന്റെ സഹായത്തോടെ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഫോളോവേഴ്സിനെ ഏൺ ചെയ്യാനും ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്